ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം റെഡ് കാർപ്പറ്റ്. Hi, hello, namaskaram, good evening and welcome to the Christmas special episode of Red Carpet with me RJ Anamika. നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെയുള്ളത് ആരാണെന്നറിയാനുള്ള ക്യൂരിയോസിറ്റി എല്ലാവർക്കും കാണുമല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ നിരവധി ഗായകരെ സമ്മാനിച്ച ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ എന്ന് പറയുന്നത് അല്ലേ. സീസൺ തുടങ്ങി ആദ്യ എപ്പിസോഡ് മുതൽ ഗാനാസ്വാദകരുടെ മനസ്സിൽ കേറിക്കൂടിയ ഒട്ടനവധി ആരാധകരെ സ്വന്തമാക്കിയ ശ്രീരാഗ് ഭരതനാണ് ഇന്ന് എന്റെ കൂടെ റെഡ് കാർപ്പറ്റിലെ ജോയിൻ ചെയ്യുന്നത്. ശ്രീരാഗ്, വെൽക്കം ടു ദി ഷോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീസൺ ഇങ്ങനെ ആയിരിക്കുകയാണല്ലേ, ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒക്കെ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീരാഗിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ക്രിസ്മസ്? പെട്ടെന്ന് വരുന്ന മനസ്സിലേക്ക് വരുന്ന ഒരു ഓർമ്മ എന്താണ്? പെട്ടെന്ന് വരുന്നത് എന്റെ അമ്മ വീടിന്റെ അടുത്ത് മൊത്തം അപ്പുറം ഇപ്പുറമൊക്കെ ക്രിസ്ത്യൻ വീടുകളായിരുന്നു കൂടുതൽ. ഇപ്പൊ അവിടെ ഈ പുൽക്കൂട് ഒരിക്കലും അവിടെ നമ്മൾ ക്ഷണിക്കലും അങ്ങനെ ചെറുപ്പ കാലഘട്ടത്തില് ഒരു ഡിസംബർ ടൈം ആകുമ്പോ എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വരിക. അതെ, പിന്നെ എന്റെ ഒരുപാട് ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് ഞാൻ ക്രിസ്മസ് ആകുമ്പോൾ ഇപ്പോഴും പോകാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഓണം പോലെ തന്നെ അത്രയും സ്പെഷ്യൽ ആണല്ലേ ക്രിസ്മസും? അതെ, രണ്ടും മൂടാണ്. അതെ, ഓണം വീട്ടിൽ പോണ ഒരു നിർബന്ധം പോലെയാണ്. ക്രിസ്മസ് പക്ഷെ എനിക്ക് എപ്പോഴും പുറത്ത് പോകാനാണ് ഇഷ്ടം. ഇപ്പൊ ശ്രീരാഗിനെ പെട്ടെന്ന് പറയുമ്പോൾ സ്റ്റാർ സിംഗറിലൂടെയാണ് അത്രയും ഫെയിം ആയിട്ടുള്ളത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ ഇൻസ്റ്റയിലൂടെ റീൽസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തഗ്ഗിന്റെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം വിധുവണ്ണന് ശേഷം പിന്നെ ഇത്രയും അധികം അടിപൊളിയായിട്ട് തഗ് പറഞ്ഞിട്ടുള്ള വേറെ ആരും ഉണ്ടെന്ന് തന്നെ ഭയങ്കര സംശയമാണ്. അപ്പം ആ ഒരു സ്റ്റാർ സിംഗറിലൂടെ ഇത്രയും ഫെയിം വന്നപ്പോ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? സ്റ്റാർ സിംഗർ ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് അതിന്റെ മറുപടി പ്രോപ്പറായിട്ട് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഞാനങ്ങനെ എത്തിപ്പെട്ടു. ഞാൻ ഇതുവരെ അങ്ങനെ റിയാലിറ്റി ഷോയിലൊന്നും ട്രൈ ചെയ്തിട്ടില്ല. ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അങ്ങനെ പോയി, അങ്ങനെ എത്തി, ഔട്ടാവാതെ അങ്ങനെ അവസാനം വരെ വന്നു. ഫൈനൽ കഴിഞ്ഞു, കുറെ ആളുകളുടെ നല്ല റെസ്പോൺസ് കിട്ടി, ഇപ്പൊ കുറെ പരിപാടിയൊക്കെ കിട്ടുന്നു, അങ്ങനെ പോകുന്നു. ഒരു പ്രോപ്പർ പ്ലാനിങ്ങിലൊന്നും അല്ലായിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. കുറെ ഇന്റർവ്യൂസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സ്റ്റാർ സിംഗറിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ് എന്ന് പറയുന്നത് ചിത്ര ചേച്ചിയാണെന്നുള്ളത്. അപ്പം ചിത്ര ചേച്ചി നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഷോയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ ഓർക്കുമ്പം വാനമ്പാടിയാണോ ചിത്ര ചേച്ചിയുടെ കൂടെയാണ് ഇനി വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം വർക്ക് ചെയ്യുന്ന തുടങ്ങുമ്പം ഉള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? ചിത്ര ചേച്ചി അപ്പുറത്തേക്ക് എന്തായിരുന്നു മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു ഫീലിങ്സ്? അല്ല, അത് തന്നെയായിരുന്നു എക്സാക്ട്ലി. നമ്മള് എന്താണോ ചിത്ര ചേച്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മുൻപ് ഉണ്ടായിരുന്നത്, പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നത്, ആള് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. നമ്മളാളുടെ കൂടെ വർക്ക് ചെയ്യാന്നൊന്നുമല്ല, നമ്മള് എന്താ പറയാ, നമ്മുടെ പാട്ട് കേൾക്കുന്നു, നമ്മൾ അപ്പോഴും അവിടെ ഒരു പാടാൻ പോകുന്ന ഒരാളായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെന്ന് മാത്രം. ചിത്ര ചേച്ചി സ്റ്റിൽ ചിത്ര ചേച്ചി അവിടെ ഉണ്ട്. അത് ആ വലിപ്പത്തോടു കൂടെ തന്നെ നമ്മൾ അവസാനം വരെ കണ്ടിട്ടുള്ള, ഇപ്പോഴും കാണുന്നത് അങ്ങനെ തന്നെ. അപ്പൊ അത് അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്തിരിക്കാൻ പറ്റിയല്ലോ, എന്റെ പാട്ട് കേൾക്കുന്നല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം. അത് മാത്രമാണ്. ഇങ്ങനെ സ്ത്രീ ശബ്ദത്തിലൊക്കെ പാടാനായിട്ടുള്ളൊരു കഴിവുണ്ടെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എന്റെ ശബ്ദം അങ്ങനെയായിരുന്നു. 9ാം ക്ലാസ് കഴിയുമ്പോഴാണല്ലോ മിക്ക എല്ലാ ബോയ്സിന്റെ അങ്ങനെയാണല്ലോ. എന്തായാലും ഒരു 4ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കുമ്പോ എന്തായാലും ബേസിലെ ശബ്ദം ഉണ്ടാവില്ല. അതെ, അപ്പൊ വോയിസ് ചേഞ്ച് ആവുന്നതിന് മുന്നേ അങ്ങനെയായിരുന്നു എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നുമില്ല, നമ്മള് ശബ്ദം മാറുമല്ലോ. മറ്റേ നമ്മുടെ പ്രായപൂർത്തിയാവുന്ന സമയത്ത് കുട്ടികൾക്ക് ശബ്ദം മാറുമല്ലോ. അപ്പൊ അതിനു മുൻപ് എനിക്ക് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള സ്ത്രീകളുടെ പോലത്തെ ശബ്ദമായിരുന്നു എന്ന് പറഞ്ഞാൽ. അതെ, പിന്നെ ഈ ഒരു സ്റ്റാർ സിംഗറിൽ വരുന്നതിന് മുമ്പ് ഒരു ശ്രീരാഗ് ഉണ്ടായിരുന്നു. ഷോയിൽ വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരും. നമ്മൾ കുറച്ചുകൂടെ ബോൾഡ് ആവും, നമ്മുടെ ക്യാരക്ടറിലൊക്കെ ഒരുപാട് വ്യത്യാസം വരും. അപ്പം എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് ആണ് ഈ ഒരു ഷോയിൽ വന്നതിന് ശേഷം ശ്രീരാഗിന് തോന്നിയിട്ടുള്ളത്? ഇംപ്രൂവ്മെന്റ്സ് എന്റെ ക്യാരക്ടർ വൈസ് ഒരു വ്യത്യാസം വന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ പാട്ടിൽ ഒരുപാട് മാറ്റം സംഭവിച്ചു. കാരണം നമുക്ക് എപ്പോഴും ഒരു പുറത്തുനിന്നുള്ള ഒരാളുടെ ഒപ്പീനിയൻ കേട്ടാലാണ് നമുക്ക് എന്തൊരു കാര്യത്തിലും നമ്മൾ ഇതുവരെ നോട്ടീസ് ചെയ്യാത്ത പല കാര്യങ്ങളും വേറൊരാള് പറഞ്ഞു തരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങളുണ്ടല്ലോ. അങ്ങനെ പാട്ടിന്റെ കാര്യത്തിൽ ഇപ്പൊ എനിക്കിഷ്ടമുള്ള പോലെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു, അപ്പോഴാണ് ഒരാൾ പറയുന്നത് എന്റെ പാട്ടിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തു നിന്നത് ചിന്തിക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തിരുത്താനും പാട്ടിൽ ഒരുപാട് ഇമ്പ്രൂവ് ആവാനും. മെലഡി അല്ലേ കൂടുതലും പാടുന്നത്? അതെ. അപ്പം വേറെ ഏത് ജോണർ ട്രൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇതുവരെ പാടാത്ത ഒരു ജോണർ ഏതായിരിക്കും ഇഷ്ടമുള്ളത്? ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ജോണറോ അങ്ങനെ എന്തെങ്കിലും? അല്ല, എനിക്ക് ഇഷ്ടമുള്ള ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ഒരിക്കലും ചാലഞ്ചിങ് ആയിട്ട് തോന്നാറില്ല.
ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സാധനം അറ്റംപ്റ്റ് ചെയ്യണം, പ്രൂവ് ചെയ്യണം, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇത് പാട്ടല്ലേ, നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട് നമ്മൾ ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാണ്, അത് ചെയ്ത് അതിലൂടെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയാണ്. അപ്പൊ അവിടെ ഭയങ്കര ഈ ചാലഞ്ചും ഒരു പ്രൂവിങ് പരിപാടിയും അതൊന്നും എനിക്ക് പേഴ്സണലി അതൊന്നും ഇഷ്ടമില്ല എന്നുള്ളതാണ്. അതെ, അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളത്, എനിക്ക് പറ്റുന്നത് എനിക്കൊരു സാധനം അറ്റംപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലോട്ട് ഞാൻ പതുക്കെ ഇങ്ങനെ ശ്രമിക്കും. അല്ലാണ്ട് അതിനൊരു ചാലഞ്ച് ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഇല്ല. ഓക്കെ, അപ്പൊ നമ്മള് സ്റ്റാർ സിംഗർ എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി ഷോ ആണ്. അപ്പം അവിടെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. ഇപ്പം അനു ആണെങ്കിലും ദിശ ആണെങ്കിലും ഗോകുലാണെങ്കിലും ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയത്? നമ്മൾ പ്രത്യേകിച്ച് അതിനു വേണ്ടി ഒരു എഫേർട്ട് ഇട്ടില്ല. കാരണം നമ്മള് 2 ആഴ്ച കൂടുമ്പോൾ കാണുന്നവരാണ്. തീർച്ചയായിട്ടും ഒരു സ്പേസിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്നു. ഒരു ഗ്യാപ്പിന് മാക്സിമം ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു മാക്സിമം 2 ആഴ്ച നമ്മൾ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും അടുത്തൊരു 10 ദിവസം നമ്മൾ ഒരുമിച്ചാണ്. അങ്ങനെ ഒരു 1.5 കൊല്ലത്തോളം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരുമിച്ചുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു തമ്മിൽ എന്താ പറയാ, ഒന്നെങ്കിൽ അടിച്ച് പിരിയും അല്ലെങ്കിൽ നല്ല സൗഹൃദത്തിലാവും. അപ്പൊ അത് അങ്ങനെയായത് മാത്രം. അതെ, ഇപ്പൊ ആ ഒരു ഫ്ലോറിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കോംബോ ആയിരുന്നു അനുവിന്റെ കൂടെ ഉള്ളത്. ഇപ്പം അവിടെ തന്നെയാണെങ്കിലും കുറച്ച് റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പിനപ്പുറത്തേക്ക്. ഇപ്പം അനുശേഷിയുടെ കൂടെ ഒരു പാട്ട് പാടിയപ്പോഴേക്കും ഇത് ശബ്ദം ഇഷ്ടമായതുകൊണ്ടാണ്. അപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുവിനത് ഫീൽ ചെയ്യാത്തിടത്തോളം കാലം ഞാൻ ആ റൊമാൻറ്റിക് ആയിട്ട് പാടുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചേച്ചിയായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്, ആ ഒരു കോംബോ എങ്ങനെയാണ്? നമ്മളങ്ങനെ വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. അവിടെ പാടുന്ന സമയത്ത് അതിപ്പോ അനുവിന് പകരം ആരായണെങ്കിലും ഞാൻ അങ്ങനെ പറയും. ഞാൻ ആ പ്രോസസ്സിനെ പറ്റിയാ പറഞ്ഞ പാട്ടിന്റെ. അതെ അതെ അതെ, അത് അത്രേ ഉള്ളൂ. നമ്മൾ ആ ഒരു ഡുവറ്റിൽ പാടുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് കൊടുക്കാനായിട്ട് വേണ്ടി നമ്മൾ അങ്ങനെ പാടുന്നതാണ്. അപ്പം 2 വരെ ഇഷ്ടമുള്ള ഒരു പാട്ട് അപ്പൊ ഞാൻ പറയട്ടെ, അഴകിയ ലൈല. അതാണ് എനിക്ക് കേട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളത്. അത് വീണ്ടും വീണ്ടും എന്താ പറയാ, നമ്മൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കാത്തതും. പക്ഷെ ഞാനങ്ങനെയല്ല, ഞാൻ വീണ്ടും വീണ്ടും കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണ്. കാരണം അതിന്റെ ഒറിജിനൽ വേർഷനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ശ്രീരാഗിന്റെ വോയിസിലൂടെയാണ്. ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കോ, കുഴപ്പമില്ല. കാരണം അത് അങ്ങനെ പാടാൻ പറ്റുന്ന ഒരു പാട്ടല്ല. അത് പറഞ്ഞു ഞാൻ വേണമെങ്കിൽ ഇവിടെ അഴകിയ ഇല്ലാന്ന് പറഞ്ഞ് പാടാം. പക്ഷെ അതുകൊണ്ട് കേൾക്കുന്നവർക്കും സുഖമില്ല, എനിക്കും സുഖമില്ല. ഓക്കെ, അപ്പൊ ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കോ, കുഴപ്പമില്ല. കായലിൽ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ, കായലിൽ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ, നിറമേകും ഒരു വേദിയിൽ കുളിരോലും ശുഭവേളയിൽ പ്രിയരേ, മമ മോഹം നീയറിഞ്ഞു, മമ മോഹം നീയറിഞ്ഞു, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ് പൂക്കൾ. സൂപ്പറായിട്ട് ആ ഫീലിലങ്ങ് നമ്മളങ്ങ് ഇരുന്ന് പോയി അങ്ങോട്ട്. വേറെ മ്യൂസിക് ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മളിങ്ങനെ ഈ ഒരു പാട്ടൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി മെമ്മറീസ് ഒക്കെ ഉള്ളൊരു പാട്ട് തന്നെയാണ്. അപ്പൊ അത് വീണ്ടും വീണ്ടും കേൾക്കാന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ശ്രീരാഗിന്റെ വോയിസിൽ കേൾക്കാന്ന് പറയുമ്പോൾ ഞാനൊരുപാട് ലക്കിയാണ് കാരണം ആ ഒരു പാട്ട് കേട്ടതില്. അപ്പം ചേട്ടന് ഇപ്പൊ ഈ ഒരു ഫ്ലോറിൽ ഒരുപാട് അപ്രിസിയേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ചില പാട്ടുകളൊക്കെ പാടുമ്പോൾ നല്ല നല്ല കമന്റ്സ്. അപ്പം ഓർത്ത് വെക്കുന്ന ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കമന്റ് എന്തായിരുന്നു, അല്ലെങ്കിൽ ഒരു അപ്രിസിയേഷൻ എന്തായിരുന്നു? ശ്രീനിവാസ് വന്നിട്ട് പുള്ളി കേട്ടതിൽ വെച്ച് ഇഷ്ടപ്പെട്ട പാട്ടുകാരിൽ ഒരാളാണെന്ന് പറഞ്ഞു. പിന്നെ ചിത്ര ചേച്ചി പറഞ്ഞു ഞാൻ പാടുമ്പോൾ തലോടി ഉറക്കുന്ന ഫീലാണെന്ന് പറഞ്ഞു. അതാ ഇത് രണ്ടും ഞാൻ അങ്ങനെ ഓർത്തു വെക്കുന്നുണ്ട്. ബാക്കിയൊക്കെ അങ്ങനെ കേട്ടു ഇത് ഓർമ്മയിലുണ്ട്. ഇപ്പം ശ്രീരാഗിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പാട്ടല്ല, മിക്ക പാട്ട് പാടുമ്പോഴും അതിന്റെ ഒറിജിനൽ സിംഗേഴ്സുമായിട്ട് നല്ല രീതിയിലുള്ള കണക്ഷൻ ഉണ്ട്. ഇപ്പം എനിക്കങ്ങനെ തോന്നിയിട്ടുള്ള ഒരു പാട്ടാണ് എം ജി ശ്രീകുമാർ സാർ പാടിയിട്ടുള്ള
പമ്പാ ഗണപതി എന്ന് പറഞ്ഞുള്ള പാട്ട് ശരിക്കും നമ്മൾ കേൾക്കുമ്പോൾ ഒറിജിനൽ ആ ഒരു വോയിസിൽ തന്നെ അതെങ്ങനെയാണത് ആ ഒരു ഈ രീതിയിൽ പോകുന്നത് എങ്ങനെയാണ്? ആ രീതിയിൽ പോകുന്ന അത്ര നല്ല കാര്യമല്ല. അതായത് നമ്മൾ വേറൊരു സിംഗറെ പോലെ തോന്നിപ്പിക്കുക എന്ന് പറയുന്നത്, ഞാൻ മാക്സിമം ഇല്ലാതിരിക്കാൻ നോക്കുന്ന ഒരാളാണ്. അപ്പൊ പക്ഷെ അത് ഈ പലരുടെയും ടോണ് ഒക്കെ ഏകദേശം ചില പാട്ടുകൾ പിന്നെ നമ്മൾ പാട്ട് കേട്ട് ഇത് ഈ റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി പഠിക്കുന്നുണ്ട്, നമ്മൾ ഒറിജിനൽ പോലെ പഠിക്കുന്നുണ്ട്. ഈ പ്രൊനൗൺസ് ചെയ്യുന്ന രീതി അതൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുമ്പോൾ അതേപോലെ വന്നേക്കാം. അപ്പൊ ഇപ്പൊ എല്ലാം അങ്ങനെ വരികൾ പറയുന്നതും അക്ഷരം ഉച്ചരിക്കുന്നതൊക്കെ അതേപോലെ പകർത്താൻ നോക്കുമ്പോൾ ഏകദേശം നമ്മുടെ ടോണും ഏകദേശം ഒക്കെ ഒരേപോലെ വന്നു കഴിയുമ്പോൾ തോന്നുന്നൊരു ഇത് മാത്രമാണ്. അല്ലാതെ നമ്മൾ ഒരിക്കലും ആ സിംഗർ പോലെ പകർത്താൻ ശ്രമിക്കാറില്ല. അത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ആ ഒരു പാട്ട് രണ്ടുപേരും ഇന്ന് പാടുവോ? പമ്പാ ഗണപതി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. പമ്പാ ഗണപതി പാരിന്റെ അധിപതി കുമ്പാർന്നുണരണമൻപിൽ നിന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം മുൻപിൽ വേദാന്ത പൊരുളിന്നാധാരശിലയെ കാരുണ്യ കടൽ കണ്ട കലികാല പ്രഭുവേ കണി കാണാൻ മുന്നിൽ ചെല്ലുമ്പോൾ വിഘ്നങ്ങൾ കർപ്പൂരത്തിരിയായി കത്തണം. അപ്പൊ നമുക്കൊരു ചെറിയൊരു ഫൺ ഗെയിം കളിച്ചാലോ? എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് പറയും. അപ്പൊ അത് ആ ഒരു വേർഡ് വരുന്ന ഏതെങ്കിലും ഒരു പാട്ട് പാടിയാലും മതി. ഓക്കെ, ഫസ്റ്റ് വേർഡ് മാലാഖ. മാലാഖ. ആ മാലാഖ എന്ന് പറഞ്ഞ വേർഡ് എവിടെയെങ്കിലും വന്നാ മതി. നീലമാലാഖേ മൗനമുള്ളാകെ ഒരു തുലാമഴയായി ചാറുന്നു പെയ്തുതൂരാതെ. ഓക്കെ, അടുത്ത വേർഡ് ഡിസംബർ. ഡിസംബർ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ആ വരി എത്താൻ എനിക്ക് കിട്ടുന്നില്ലല്ലേ. ബ്ലൂ റെയിൻകോട്ട് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, അതിൽ ഈ ഡിസംബർ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത വേർഡിലേക്ക് പോവാം. സാന്റാക്ലോസ്. അല്ലെങ്കിൽ ക്രിസ്മസ് അപ്പൂപ്പനോ അങ്ങനെ എന്തെങ്കിലും വേർഡ് വരുന്ന പാട്ടായാലും മതി. ക്രിസ്മസ് അപ്പൂപ്പൻ എന്ന് പറഞ്ഞ പാട്ടുണ്ടോ? ക്രിസ്മസ് അപ്പൂപ്പൻ എന്ന് പറഞ്ഞ പാട്ടില്ല, പക്ഷെ അപ്പൂപ്പനായിട്ട് കണക്ഷൻ ഉള്ള ഒരു പാട്ട് പാടിയാലും മതി. പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ കിട്ടുന്നില്ല അല്ലേ? അന്നാ നക്ഷത്രം. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി. ഓക്കെ, അടുത്തത് സമ്മാനം. സമ്മാനം എനിക്ക് കുറച്ച് സമയം വേണ്ടി വരും പാട്ടിന്റെ ഫസ്റ്റ് വരി ഒന്ന് ഡീകോഡ് ചെയ്ത് എടുക്കാനല്ലേ? അത് കുഴപ്പമില്ല, ഇപ്പൊ 2 എണ്ണം പറഞ്ഞല്ലോ, കുഴപ്പമില്ല. ഇനി നമുക്ക് കുട്ടിക്കാലത്തേക്ക് അങ്ങ് പോവാല്ലേ, ബാക്കിലോട്ട് അങ്ങ് പോവാം. ബാക്കിൽ ശരിക്കും ഈ ഒരു മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ്? ഏത് ഏജ് തൊട്ടാണ് മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തത്? സ്കൂളിലൊക്കെ ഇങ്ങനെ കോമ്പറ്റീഷൻ ഒക്കെ പോവായിരുന്നു ലൈറ്റ് മ്യൂസിക്കിനൊക്കെ. അങ്ങനെ ചെറുപ്പം പാടും നമ്മള്. ഇങ്ങനെ ഒരു കിക്ക് സ്റ്റാർട്ട് ഒന്നും അല്ലായിരുന്നു. വീട്ടിൽ ആരെങ്കിലും പാടുമായിരുന്നോ? വീട്ടില് അമ്മ പാടും. പാടുന്ന സ്ഥിരം പാടുന്ന ഒരാളെന്നല്ല, പാടും. ആരാണ് ഗുരു എന്ന് പറയുന്നത്? ഗുരു ഞാൻ ആദ്യം ഗിരിജാദേവി ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചറുടെ അടുത്തായിരുന്നു പഠിച്ചത്. പിന്നെ രമേശൻ വി പുന്നൂർക്കുളം എന്ന് പറയുന്നൊരു സാറിന്റെ അടുത്ത് ലാസ്റ്റ് കുറച്ച് അങ്ങനെ പോയി. അങ്ങനെയാണ്. ചേട്ടൻ ആദ്യ നാളിൽ പാടിയിട്ടുള്ള ഒരു ജോണർ എന്തൊക്കെയായിരുന്നു? മെലഡി തന്നെയായിരുന്നു ചൂസ് ചെയ്തത്, അതോ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലൊക്കെ? അതെ, മെലഡി തന്നെ. മെലഡി തന്നെയായിരുന്നു. അതിലൊരു ഇഷ്ടമുള്ളൊരു പാട്ട് പാടുവോ? ആദ്യ നാളിലൊക്കെ പാടിയിട്ടുള്ള ഒരു ഇഷ്ടമുള്ള ഒരു പാട്ട്? അപ്പൊ ഞാൻ പാടിയ അനുരാഗിണി ഞാൻ ആദ്യം ഏതൊരു സ്റ്റേജിൽ പാടിയിട്ടുള്ള പാട്ടാണ്. അങ്ങനെ അന്ന് ഇന്നൊന്നുമില്ല കേൾക്കുന്ന പാട്ടങ്ങ് പാടുമല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്കിനി ഒരു ചെറിയൊരു ടാസ്ക് ഉണ്ട്. ഞാൻ അവിടെയുള്ള സ്റ്റാർ സിംഗർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ പേര് പറയും, അവരെ കുറിച്ചുള്ള ഒരു കോർ മെമ്മറി പറയണം. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ വിധു പ്രതാപ്. വിധു അണ്ണൻ ദുബായില് ഒരുമിച്ച് പരിപാടി ചെയ്തു. അതാണ് ഇപ്പൊ വിളിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത്. അതെ, നല്ലൊരു എക്സ്പീരിയൻസ് പുള്ളിയുടെ കൂടെ. സ്റ്റാർ സിംഗറിലൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തഗ്ഗക്കടിച്ച് ഭയങ്കര രസമായിട്ടായിരുന്നല്ലോ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത ആളോടൊപ്പം പിടിച്ചു നിൽക്കാനായിട്ട്? നമ്മളങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. ഇപ്പൊ ഷൂട്ടിന്റെ ഇടയിലല്ലേ, അവിടെ നമ്മൾ പാടാനാ വരുന്നത്. അതിന്റെ ഇടയിൽ നമ്മുടെ വായിൽ വരുന്നത് അങ്ങ് പറയുന്നു മാത്രം. സ്പോണ്ടേനിയസ് ആയിട്ട് പറയുമല്ലേ? അതെ, അതൊന്നും ഒരു തഗ്ഗായിട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് പിന്നെയാണ് റീൽസിലൊക്കെ വന്നിട്ടാണ് അതങ്ങ് വന്നപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല. ആളുകൾ പക്ഷെ അങ്ങനെ പറയുന്നു തഗ്ഗാണല്ലോ എന്നൊക്കെ. നമ്മുടെ ഇവിടെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കുന്നു. പക്ഷെ അത് ആൾക്കാരത് തഗ്ഗായിട്ട് ഏറ്റെടുത്തു അങ്ങനെ. അതെ. രണ്ടാമത്തേത് സിത്താര കൃഷ്ണകുമാർ, സിത്തുമണി. അടിപൊളിയാണ്. നമ്മള് ചെറിയ ചെറിയ വീട്ടിൽ പോയി, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എല്ലാരും കൂടെ ചിത്ര ചേച്ചി നിന്ന് വീട്ടിൽ പോയി ഡിന്നറൊക്കെ കഴിച്ചു. അത് നല്ല അടിപൊളി ദിവസം.
ദിവസമായിരുന്നു. നമ്മള് സൗദിയിൽ പരിപാടി ഒരുമിച്ച് ചെയ്തപ്പോഴും നമ്മള് പുറത്തു പോയതൊക്കെ അടിപൊളിയായിരുന്നു. വർഷത്തിൽ ഭയങ്കര നമുക്കൊരു വീട്ടിലെ സ്വന്തം ചേച്ചിയെ പോലെയാണ്. നമ്മള് ശാസ്ത്രങ്ങളുടെ അപ്പുറത്ത് നല്ല കുറച്ച് ക്ലോസ് ആണ് ചേച്ചിനായിട്ട്. അതെ, നമുക്ക് ഒരു ഹോംലി ഫീലാണ് വർഷത്തിന്റെ അടുത്ത് എത്തുമ്പോൾ. എന്തിനും സപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരു ചേച്ചി തന്നെയാണല്ലേ? അതെ, നമുക്ക് ഭയങ്കര നമ്മുടെ വീട്ടിലൊരു ചേച്ചിയെ പോലെയാണ്. കോൺവെന്റ് സ്കൂൾ നമ്മുടെ സ്കൂളാണ്. അവസാനം വരെ കോൺവെന്റിൽ തന്നെ ആയിരുന്നു. ഇടയ്ക്ക് വെച്ച് സ്കൂളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേരെ ഷഫിൾ ചെയ്തപ്പോഴും ഞാൻ കോൺവെന്റിൽ തന്നെ ആയിരുന്നു. എനിക്കെന്തോ തുടക്കം തൊട്ട് കോൺവെന്റ് സെലക്ഷൻ പ്രോസസ്സിൽ എനിക്ക് കോൺവെന്റിൽ പോകണം എന്നൊക്കെ ആയിരുന്നു. ചുമ്മാ ഞാൻ കോൺവെന്റിൽ പഠിച്ചോണ്ടായിരിക്കും അങ്ങനെ. ഗോൾഡൻ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഗോൾഡൻ സ്റ്റാർ കിട്ടിയ കുറച്ച് പാട്ട് ഓർമ്മ വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് മൊമെന്റിലാണ് ഫൈനലിൽ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായത്. അപ്പോ പക്ഷെ പ്രേക്ഷകര് വോട്ടിങ്ങിലൂടെ നമ്മളെ തെരഞ്ഞെടുത്തു. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ആ ഒരു എക്സ്പീരിയൻസ് എന്താ, നമ്മളിങ്ങനെ നോക്കിയിരുന്ന എന്താണ്ടാവാൻ പോണേന്നുള്ളത് രണ്ടുപേരും പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പൊ സെലക്റ്റഡ് ആയി പാടി, അത്രേ ഉള്ളൂ. അല്ല ഇങ്ങനെ വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. എന്താ പറയാ, വേറെ ഞാനങ്ങനെ മനസ്സിലങ്ങനെ വലിയ ബാറ്റിലൊന്നും നടന്നിട്ടില്ല. ഇല്ല. അപ്പം ഈ ഒരു സ്റ്റാർ സിംഗർ വരുന്നതിന് മുമ്പ് ഒരു ലൈഫ് ഉണ്ടായിരുന്നു, ആഫ്റ്റർ ഒരു ലൈഫ് ഉണ്ട്. എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? ഇപ്പോ വരുന്നതിന് മുമ്പ് ഒരു ലൈഫ്, ആഫ്റ്റർ ഇപ്പോ ഉള്ള ലൈഫ് എങ്ങനെയാണ് പോകുന്നത്? ഇപ്പൊന്ന് വെച്ചാൽ പുറത്ത് നമ്മൾ നിൽക്കുമ്പോ എല്ലാവരും ഇങ്ങനെ തിരിച്ചറിയും. ഫാൻസ് ഒക്കെ ഒത്തിരി, പണ്ട് നമ്മൾ കേറുന്നതിന് മുമ്പ് ഫാൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോ ഒരുപാട് ആളുകൾ ഏറ്റെടുക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അറിയുമ്പോ ഒരു ഫീൽ ആണല്ലേ? അതെ, അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. പ്രൈവസി എന്ന് പറയുന്ന ഒരു സാധനം. അതെ, പ്രൈവസി ഇല്ലാന്ന് തോന്നിയിട്ടുണ്ടോ പുറത്തൊക്കെ ഇറങ്ങുമ്പോ? അത് അല്ല, തോന്നേണ്ട കാര്യമില്ല. ഇല്ലല്ലോ, അത് പോയല്ലോ. നമുക്ക് ഒരു സൈഡില് ഭയങ്കരമായിട്ടുള്ള ആളുകളുടെ സ്നേഹം കിട്ടുന്ന സന്തോഷമുണ്ട്. മറ്റേ സൈഡില് നമുക്ക് ഇങ്ങനെ എന്താ പറയാ, നമ്മള് പലപ്പോഴും നമ്മള് പല മാനസികാവസ്ഥയിലാവൂലോ. ഇത് വലിയ പ്രശ്നങ്ങളൊന്നുമല്ല. മിണ്ടാണ്ടിരിക്കാനാവും തോന്നുക, ഇത് വെറുതെ പുറത്ത് വീട്ടിൽ ചാടിക്കാനാവും തോന്നുക. ആ സമയത്ത് നമ്മൾ ഒരാളായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് എന്താ പറയാ, ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് സ്വയം കാണാനും പറ്റില്ല. ഒരാള് നമ്മുടെ ഇഷ്ടം കൊണ്ട് നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കാതിരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഞാൻ ഇതൊന്നും അല്ലാത്ത ശ്രീരാഗായിരുന്നെങ്കിൽ മിണ്ടാതൊരു ഭാഗത്തിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു ആ സമയത്ത്. അപ്പൊ അത് നമുക്ക് തോന്നണ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവമാണ്. അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇൻട്രോവേർട്ടൊന്നല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാറില്ല. അതെ. ഫ്രണ്ട്സിന്റെ ഒക്കെ ഇടയിൽ എക്സ്ട്രോവേർട്ട് ആണോ അതോ ആംബിവേർട്ട് ആണോ? അല്ല, ഫ്രണ്ട്സ് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ നമ്മളങ്ങ് തുറന്നു. അവിടെ നമ്മളായി. അവിടെ ആംബിവേർട്ട് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു പകുതി ഇൻട്രോവേർട്ട് ആവണം അല്ലേ? ഫ്രണ്ട്സിന്റെ അടുത്ത് അങ്ങനെ വേണമെന്ന് വെച്ചിട്ട് ഇൻട്രോവേർട്ട്, അത് ഭയങ്കര പ്രശ്നമുണ്ട് ഈ വാക്കുകൾക്ക്. അതെ. ഒരു മ്യൂസിക് എന്ന് പറയുന്നത് ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഫീൽഡാണ്. ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പം ഇങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട്, ആ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കുന്നു? എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്? ഇല്ല, ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നൊന്നും പറയാറായിട്ടില്ലല്ലോ. കാരണം ഇത് ഷോക്ക് കഴിഞ്ഞിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ. എന്തായാലും ഷോന്റെ ആ ഒരു ഹൈപ്പില് നമുക്ക് പരിപാടികൾ കിട്ടും. പല സിനിമയിൽ പാടാൻ പറ്റിയേക്കാം, ആൽബംസിലൊക്കെ പാടാം. അപ്പൊ അതെന്തായാലും ഇതിന്റെ ഒരു കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഏഷ്യാനെറ്റിലാണ് നമ്മള് മുഖം വന്നിട്ടുള്ള ഒരു 1.5 കൊല്ലം. അപ്പൊ അതിന്റേതായിട്ടുള്ള എന്തായാലും ആ ഒരു ഹൈപ്പിന്റെ പുറത്ത്, അപ്പൊ അടിച്ചിട്ടുള്ള ഡീസന്റെ പുറത്ത് എന്തായാലും വണ്ടി ഓടും. അത് കഴിഞ്ഞിട്ടും ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഞാനത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതെന്തായാലും മറ്റേ ഷോവിന്റെ ആ ഒരു റിസൾട്ടാണ്. അതെ, ഇപ്പൊ കിട്ടുന്ന അവസരങ്ങളും പാട്ടും ഒക്കെ ഇനി ഉറപ്പായിട്ടും ഇതിലും കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ഒരു അപ്രിസിയേഷൻസ് ഒക്കെ ഇനി ഭാവിയിൽ ഉറപ്പായിട്ടും കിട്ടും. അതിനുള്ളൊരു ചുവടുവെപ്പ് തന്നെയാണ് ഏഷ്യാനെറ്റിലെ ഈ ഒരു അവസരം എന്ന് പറയുന്നത്. അപ്പാർട്ട് ഫ്രം സിംഗർ ഹു ഈസ് ശ്രീരാഗ്, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? അപ്പാർട്ട് ഫ്രം സിംഗർ എന്ന് പറയാനില്ല, വിത്തൗട്ട് മ്യൂസിക് എന്ന് വേണമെങ്കിൽ പറയാം. പാടുക എന്നുള്ളത് അല്ല മെയിൻ പരിപാടി. എന്റെ പാട്ട് കേൾക്കുക, പാട്ടറിയുക, അതിന്റെ കൂടെ ഉള്ളതാണ് ഈ പാടുന്നതും. പാടുക എന്നുള്ളത് മാത്രമല്ല, പാടുക എന്നുള്ളത് മാത്രമാകുമ്പോൾ അത് നമ്മളൊരു തൊഴിലായി മാറും. എനിക്കതൊരു തൊഴിൽ എന്നുള്ള രീതിയിൽ കാണാൻ ഇഷ്ടമല്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു കാര്യം തൊഴിലാക്കുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ അതിലൂടെ ജീവിക്കാൻ ആഗ്രഹിക്കണം എന്ന് വെച്ചാൽ, ഞാൻ പാടിയാണ് ഞാൻ വരുമാനം കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമില്ലാത്തതും ഒക്കെ നമ്മൾ മ്യൂസിക് ചെയ്യേണ്ടി വരും. സാമ്പത്തികമായിട്ട് മറ്റേ വേറെ കാര്യങ്ങൾ, സാമ്പത്തികമായിട്ട് വേറെ വഴിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്താൽ മതി. അതാണ് അതിന്റെ ഒരു ഡിഫറൻസ്. തൊഴിലാക്കി കഴിഞ്ഞാൽ
അങ്ങനെ. വേറെന്താണ് ഇപ്പൊ ഇതിന്റെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാട്ടല്ലാതെ? ഞാൻ LLB ആയിരുന്നു. LLB ആയിരുന്നു, ഓക്കെ. അതെ, അത് കംപ്ലീറ്റ് ചെയ്തു, കോഴ്സ് കഴിഞ്ഞു. കോഴ്സ് വൈവൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇനി മുന്നോട്ട് പോകണമെന്നാണോ താല്പര്യം? അതിന്റെ കൂടെ പാരലലി മ്യൂസിക് കൊണ്ടുപോകണമെന്നാണോ? പാരലലി അങ്ങനെ ഒരു സംഭവം എനിക്ക് നടക്കില്ല. അങ്ങനെ ഒരു ഫീൽഡ് അല്ല രണ്ടും. മ്യൂസിക് ആണെങ്കിലും ലോ ആണെങ്കിലും നമ്മള് ശരി പാട്ട് കുറച്ചു നേരം നോക്കാന്ന് പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോകാൻ പറ്റില്ല. കാരണം നമ്മൾ തീർച്ചയായിട്ടും ഒരു സീനിയർ അഡ്വക്കേറ്റിന്റെ താഴെയാണല്ലോ പ്രാക്ടീസ് ചെയ്യാൻ പോവുക. അപ്പൊ അവിടെ നമുക്ക് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് നോക്കാൻ പറ്റില്ല. ഇതാണെങ്കിലും നമ്മള് കംപ്ലീറ്റ്ലി നമുക്കൊരു എന്താ പറയാ, മ്യൂസിക്കിൽ ഫ്രഷ് ആയിട്ടൊരു സാധനം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ഫോക്കസ് അതിലായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറൊരു പരിപാടി സൈഡിൽ കൂടെ ചെയ്താൽ ശരിയാവില്ല, സെറ്റ് ആവില്ല എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് എനിക്കത് വർക്കാവില്ല. അപ്പൊ ഇപ്പൊ ഇങ്ങനെ മ്യൂസിക്കിൽ പോകുന്നു. ഇനി ഇത് എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ വേറെ വഴിയില്ലെങ്കിൽ മറ്റത് കുഴപ്പമില്ലെങ്കിൽ ഇത് പോകും. അങ്ങനെ ഒത്തിരി പ്ലാനൊന്നും ഇല്ല. ഇപ്പൊ പോണ പോക്കിലേക്ക് പോകുന്നു, അത്രേ ഉള്ളൂ. മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, പാട്ട് പാടാനായിട്ട് ആഗ്രഹമുള്ള ആളുകളുണ്ട്. അപ്പം അവർക്കൊക്കെ കൊടുക്കാവുന്ന ഒരു മെസ്സേജ് എന്താണ് ശ്രീരാഗിന്? ഒരു അഡ്വൈസ്, മെസ്സേജ്, ഒരു അഡ്വൈസ്. ഒരു അഡ്വൈസ് കൊടുക്കാൻ ഞാൻ ആളായിട്ടില്ല. അങ്ങനെയല്ല, ജസ്റ്റ് ഒരു എന്താ പറയാ, അഡ്വൈസ് കൊടുക്കാൻ ആളായിട്ടില്ല എന്നല്ല, ആരും ആളല്ല. കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. അതെ, നമ്മുടെ ഈ ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ്, നമ്മുടെ മ്യൂസിക് എക്സ്പീരിയൻസ് നമുക്ക് എന്തെങ്കിലും നമുക്കൊരു കുറച്ച് ലെസൺ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും കേൾക്കുക, ഏറ്റവും കൂടുതൽ കേൾക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയുന്നു മാത്രം. ആരോടും ഇത് ചെയ്യാൻ വേണ്ടി അഡ്വൈസ് കൊടുക്കുന്നതല്ല, ഇതാണ് നല്ല വഴി എന്ന് പറയുന്നതല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എത്രത്തോളം കേൾക്കുന്നോ അത്രത്തോളം നല്ലതാണ്. നമുക്ക് കേൾക്കാതെ നമ്മൾ എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല എന്നാണ് എന്റെ ഇത്. കേൾക്കണം, പലതും കേൾക്കണം. മ്യൂസിക് നമ്മുടെ ഇമോഷൻസിനൊക്കെ ഹീൽ ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അത് എത്രത്തോളം സത്യമായിട്ട് ശ്രീരാഗിന് തോന്നിയിട്ടുണ്ട്? അത് സത്യം തന്നെ. കാരണം മ്യൂസിക്കിൽ നമ്മളൊരു കാര്യത്തിൽ ഇൻവോൾവ് ആവുകയാണല്ലോ, അത്രേ ഉള്ളൂ. നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിൽ ഇൻവോൾവ് ആവാൻ പറ്റുന്ന എന്തൊരു നമ്മളെ ഹീൽ ചെയ്യിപ്പിക്കും. ആ മ്യൂസിക് ഭയങ്കര രസമാണ്, ആ ആക്ടിവിറ്റി. അത് മറ്റുള്ള കാര്യങ്ങൾ മറക്കുകയും ചെയ്യുന്നു. ചിലർക്ക് വായനയാവാം, ചിലർക്ക് പാട്ട് കേൾക്കുന്നതാവാം, ചിലർക്ക് ചിത്രം വരയ്ക്കുന്നതാവാം. എന്തൊരു ആക്ടിവിറ്റിയിലും ഇൻവോൾവ് ആകുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾ മറക്കുമ്പോൾ ആ ഒരു ഹീലിംഗ് പ്രോസസ് അവിടെ ഉണ്ടാവും. അപ്പൊ പാട്ട് അതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റാണ് എനിക്ക് തോന്നുന്നു. അത് ഞാൻ എനിക്കതാണ് ഇഷ്ടം കൊണ്ടായിരിക്കാം ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് ഈ എല്ലാ ആക്ടിവിറ്റിയിലും വെച്ച് പാട്ടാണ് ബെസ്റ്റ് ഹീലിംഗ് മെത്തേഡ് എന്ന് തോന്നിയിട്ടുള്ളതല്ലേ? അതെ. ലാസ്റ്റ് ആയിട്ട് ഒരു പാട്ടോടെ പാടിത്തരുമോ? വേടമാസ ചൂടിലേ നിലാവും തേടി നാട്ടുമാവിൻ ചോട്ടിൽ നാം വന്നിരിക്കുമ്പോൾ കുഞ്ഞു കാറ്റിൻ ലോലമാം കുസൃതി കൈകൾ നിന്റെ ഓമൽ പാവാടത്തുമ്പുലയ്ക്കുമ്പോൾ ചാഞ്ചക്കം ചെല്ലക്കൊമ്പിൽ ചിങ്കാരച്ചേലിൽ മെല്ലെ താഴമ്പുവായി തുള്ളുമ്പോൾ നീ എനിക്കല്ലേ, നിൻ പാട്ടെനിക്കല്ലേ, നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ. സൂപ്പർ സൂപ്പർ, അടിപൊളിയായിട്ട് പാടിട്ടോ. താങ്ക് യു. ഇപ്പൊ എന്തായാലും നമ്മുടെ ഷോയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. ചേട്ടന്റെ ശബ്ദം കേൾക്കാൻ പറ്റിയതിലും ഈ ഒരു പാട്ട് ഇത്രയും ലൈവ് ആയിട്ടിരുന്ന് കേൾക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പോ ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും എന്റെ വക ഹാപ്പി ക്രിസ്മസ്. നല്ല പ്ലം കേക്ക് ഒക്കെ കഴിച്ച് വൈനൊക്കെ കുടിച്ച് അടിച്ചു പൊളിക്കുക. എല്ലാം അടിപൊളിയാവട്ടെ. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ചേട്ടാ. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ സംസാരിക്കാൻ പറ്റിയതിൽ. ശബ്ദം കേട്ടു, ലൈവായിട്ടിരുന്ന് പാട്ട് കേട്ടു, അത് ഒത്തിരി സന്തോഷമായി കേട്ടോ. താങ്ക് യു സോ മച്ച്, ഒത്തിരി സന്തോഷം. ശരി, ഓക്കെ, താങ്ക് യു.